അധ്യായം 17. ക്ഷമയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കാം. ജീവിതത്തിൽ പക്ഷപാതിത്വം എന്നൊന്നില്ല. ദൈവം ജീവനാണ്. ഈ ജീവിത തത്വമാണ് ഈ നിമിഷം നിങ്ങളിലൂടെ ഒഴുകുന്നത്. ഐക്യം, സമാധാനം, സന്തോഷം, സൗന്ദര്യം, സമൃദ്ധി എന്നിവ വഴി ദൈവം നിങ്ങളിലൂടെ സ്വയം പ്രകടിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇതിനെ ദൈവഹിതം അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രവണത എന്ന് വിളിക്കുന്നു. നിങ്ങളിലൂടെയുള്ള ജീവന്റെ ഒഴുക്കിനെതിരെ സ്വന്തം മനസ്സിൽ പ്രതിരോധം സൃഷ്ടിച്ചാൽ ഈ വൈകാരിക നിബിഡത ഉപബോധ മനസ്സിൽ കുരുക്കുകൾ ഉണ്ടാക്കുകയും എല്ലാത്തരം നിഷേധാത്മക വ്യവസ്ഥകൾക്കും കാരണമായി തീരുകയും ചെയ്യുന്നു. ലോകത്തിലെ അസന്തുഷ്ടിയുമായോ അല്ലെങ്കിൽ അരാജകത്വ വ്യവസ്ഥകളുമായോ ദൈവത്തിന് ഒരു ബന്ധവുമില്ല. ഈ വ്യവസ്ഥകളെല്ലാം ഉടലെടുക്കുന്നത് മനുഷ്യന്റെ നിഷേധാത്മകവും വിനാശകരവുമായ ചിന്തകളിൽ നിന്നാണ്. അതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കോ രോഗത്തിനോ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത് വെറും ഭോഷത്വമാണ്. മനുഷ്യരാശിയുടെ പാപത്തിനും രോഗത്തിനും കഷ്ടപ്പാടിനും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്തുകൊണ്ട് പല ആളുകളും പതിവായി ജീവന്റെ ഒഴുക്കിന് മാനസിക പ്രതിരോധം സൃഷ്ടിക്കുന്നു. മറ്റു ചിലർ അവരുടെ വേദനകൾ, നോവുകൾ, പ്രിയപ്പെട്ടവരുടെ മരണം, വ്യക്തിപരമായ ദുരന്തങ്ങൾ, അപകടങ്ങൾ എന്നിവയ്ക്ക് ദൈവത്തെ പഴിചാരുന്നു. അവർ ദൈവത്തോട് കോപിക്കുന്നു. അവരുടെ ദുരിതത്തിന് ഉത്തരവാദി ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അത്തരം നിഷേധാത്മക ആശയങ്ങൾ ആളുകൾ മനസ്സിൽ വയ്ക്കുന്നിടത്തോളം കാലം അവരുടെ ഉപബോധ മനസ്സിൽ യാന്ത്രികമായ പ്രതികൂല പ്രതികരണങ്ങൾ അവർ അനുഭവിക്കും. വാസ്തവത്തിൽ അത്തരം ആളുകൾ സ്വയം ശിക്ഷിക്കുകയാണെന്ന് അവർ അറിയുന്നില്ല. അവർ സത്യം ദർശിക്കുകയും അതിൻ്റെ ബഹുസ്ഫുരണം കാണുകയും അവർക്ക് പുറമേ നിന്നുള്ള ആരോടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തിയോടും എതിരായുള്ള എല്ലാ അപലപനങ്ങളും നീരസവും ദേഷ്യവും ഉപേക്ഷിക്കണം. അല്ലാത്ത പക്ഷം അവർക്ക് ആരോഗ്യം, സന്തോഷം, സർഗാത്മക പ്രവർത്തനങ്ങൾ എന്നിവയുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല. സ്നേഹമാകുന്ന ഒരു ദൈവത്തെ ആളുകൾ മനസ്സിലും ഹൃദയത്തിലും ഗ്രഹിക്കുന്ന നിമിഷത്തിലും അവരെ പരിപാലിക്കുകയും ശ്രദ്ധിക്കുകയും നയിക്കുകയും നിലനിർത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്നേഹപിതാവാണ് ദൈവം എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജീവതത്വത്തെക്കുറിച്ചുള്ള അവരുടെ ആശയവും വിശ്വാസവും അവരുടെ ഉപബോധ മനസ്സ് അംഗീകരിക്കുകയും എണ്ണമറ്റ വഴികളിലൂടെ അവർ സ്വയം അനുഗ്രഹീതരായി അനുഭവപ്പെടുകയും ചെയ്യും. ജീവൻ എപ്പോഴും നിങ്ങളോട് ക്ഷമിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വിരൽ മുറിക്കുമ്പോൾ ജീവൻ നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങളുടെ ഉള്ളിലെ ഉപബോധ മനസ്സിന്റെ അനന്തമായ ജ്ഞാനം ആ മുറിവിനെ ഭേദമാക്കാൻ ഉടനടി ക്രമീകരണം നടത്തുന്നു. പുതിയ കോശങ്ങൾ മുറിവിനെ നികത്തുന്നു. നിങ്ങൾ അബദ്ധവശാൽ മായം കലർന്ന അല്പം ഭക്ഷണം കഴിച്ചാൽ ജീവൻ നിങ്ങളോട് ക്ഷമിക്കുകയും നിങ്ങളെ സംരക്ഷിക്കുന്നതിനായി ഛർദ്ദിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കൈക്ക് പൊള്ളലേറ്റുവെങ്കിൽ ജീവതത്വം അതിൻ്റെ നീർവീഴ്ചയും വിങ്ങലും കുറയ്ക്കുകയും നിങ്ങൾക്ക് പുതിയ ചർമ്മവും സംയുക്ത കോശവും കോശജാലവും നൽകുകയും ചെയ്യുന്നു. ജീവന് നിങ്ങളോട് വിരോധമില്ല. അത് എപ്പോഴും നിങ്ങളോട് ക്ഷമിക്കുന്നു. നിങ്ങൾ പ്രകൃതിയോട് ഐക്യത്തോട് ചിന്തിച്ച് സഹകരിക്കുകയാണെങ്കിൽ ജീവിതം നിങ്ങളെ ആരോഗ്യത്തിലേക്കും ചൈതന്യത്തിലേക്കും സമാധാനത്തിലേക്കും തിരികെ കൊണ്ടുവരുന്നു. നിഷേധാത്മകമായതും വേദനിപ്പിക്കുന്നതുമായ ഓർമ്മകളും നീരസങ്ങളും ദോഷവികാരങ്ങളും നിങ്ങളിലുള്ള ജീവതത്വത്തിൻ്റെ സ്വതന്ത്രമായ ഒഴുക്കിനെ അലങ്കോലപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം അല്ലെങ്കിൽ ജീവൻ വ്യക്തിവ്യത്യാസം കാണിക്കുന്നില്ല. ഇഷ്ടപ്പെട്ടവർ എന്ന് ജീവൻ ആരെയും തിരഞ്ഞെടുക്കുന്നില്ല. ഐക്യം, ആരോഗ്യം, സന്തോഷം, സമാധാനം എന്നീ തത്വങ്ങളുമായി നിങ്ങൾ സ്വയം താതാത്മ്യം പ്രാപിക്കുമ്പോൾ ജീവൻ അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് അനുകമ്പ കാട്ടുന്നതായി കാണാം. ദൈവം അല്ലെങ്കിൽ ജീവൻ ഒരിക്കലും രോഗം, അസുഖം, അപകടം അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ എന്നിവ അയക്കുന്നില്ല. നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും എന്ന നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള നിഷേധാത്മകവും വിനാശകരവുമായ ചിന്തയിലൂടെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് സ്വയം കൊണ്ടുവരുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ശരിക്കും സ്നേഹമുള്ള ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് എണ്ണമറ്റ അനുഗ്രഹങ്ങളാൽ നിങ്ങളോട് പ്രതികരിക്കും. സ്നേഹമാകുന്ന ദൈവത്തിൽ വിശ്വസിക്കുക. ജീവൻ അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്കെതിരെ ഒരു പകയും പുലർത്തുന്നില്ല. ജീവൻ ഒരിക്കലും നിങ്ങളെ അപലപിക്കുന്നില്ല. ജീവൻ നിങ്ങളുടെ കൈയിലെ ഗുരുതരമായ മുറിവ് സുഖപ്പെടുത്തുന്നു. നിങ്ങളുടെ കൈകൾക്ക് പൊള്ളൽ സംഭവിച്ചാൽ ജീവൻ നിങ്ങളോട് ക്ഷമിക്കും. ആ നീര് കുറച്ച് ആ ഭാഗം പൂർണ്ണതയിലേക്കും തികവിലേക്കും പുനഃസ്ഥാപിക്കുന്നു. നിങ്ങളുടെ കുറ്റബോധം ദൈവത്തെയും ജീവനെയും കുറിച്ചുള്ളൊരു അബദ്ധ ധാരണയാണ്. ദൈവം അല്ലെങ്കിൽ ജീവൻ നിങ്ങളെ ശിക്ഷിക്കുകയോ വിധിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങളുടെ തെറ്റായ വിശ്വാസങ്ങൾ, നിഷേധാത്മക ചിന്തകൾ, സ്വയം അപലപനം എന്നിവ കൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് അത് ചെയ്യുന്നത്. ദൈവം അല്ലെങ്കിൽ ജീവൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല. പ്രകൃതിയുടെ ശക്തികൾ തിന്മയല്ല. അവയുടെ ഉപയോഗത്തിന്റെ പ്രഭാവം നിങ്ങളുടെ ഉള്ളിലെ ശക്തി നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വൈദ്യുതി ഉപയോഗിച്ച് ആരെങ്കിലും കൊല്ലാനോ അല്ലെങ്കിൽ വീടിന് വെളിച്ചം പകരാനോ കഴിയും. നിങ്ങൾക്കൊരു കുട്ടിയെ മുക്കിക്കൊല്ലാൻ വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ദാഹം ശമിപ്പിക്കാം.
നന്മയും തിന്മയും മനുഷ്യന്റെ ചിന്തയിലേക്കും സ്വന്തം മനസ്സിന്റെ ലക്ഷ്യത്തിലേക്കും നേരെ തിരികെ വരുന്നു. ദൈവം അല്ലെങ്കിൽ ജീവൻ ഒരിക്കലും ശിക്ഷിക്കുന്നില്ല. ദൈവം, ജീവൻ, പ്രപഞ്ചം എന്നിവയെക്കുറിച്ചുള്ള തെറ്റായ സങ്കല്പത്തിലൂടെ മനുഷ്യൻ സ്വയം ശിക്ഷിക്കുന്നു. അവന്റെ ചിന്തകൾ സൃഷ്ടിപരമാണ്. അവൻ അവന്റെ തന്നെ ദുരിതം സ്വയം സൃഷ്ടിക്കുന്നു. മറ്റൊരാൾ നിങ്ങളെ വിമർശിക്കുകയും പരാമർശിച്ച തെറ്റുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്താൽ സന്തോഷിക്കുക, നന്ദി പറയുക, ആ അഭിപ്രായങ്ങളെ വിലമതിക്കുക. ഈ പ്രത്യേക തെറ്റ് തിരുത്താൻ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരമാണിത്. നിങ്ങളുടെ ചിന്തകളുടെയും പ്രതികരണങ്ങളുടെയും വികാരങ്ങളുടെയും മേൽ നിങ്ങൾ ആധിപത്യം പുലർത്തുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ വിമർശനം നിങ്ങളെ വേദനിപ്പിക്കില്ല. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ അനുഗ്രഹിക്കാനും നിങ്ങൾക്ക് അവസരം നൽകുന്നു. അതുവഴി നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. മാർഗനിർദ്ദേശത്തിനും ശരിയായ പ്രവൃത്തിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വന്നാലും അത് സ്വീകരിക്കുക. അത് നല്ലതും വളരെ നല്ലതുമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്വയസഹതാപം, വിമർശനം അല്ലെങ്കിൽ വെറുപ്പ് എന്നിവയ്ക്ക് കാരണമുണ്ടാവുന്നില്ല. നല്ലതോ ചീത്തയോ ഒന്നുമില്ല. ചിന്തയാണ് അങ്ങനെ വേർതിരിക്കുന്നത്. ലൈംഗികതയിലോ ഭക്ഷണത്തിനോ സമ്പത്തിനോ യഥാർത്ഥ ആവിഷ്കാരത്തിനു വേണ്ടിയുള്ള ആഗ്രഹത്തിലോ ഒരു തിന്മയുമില്ല. ഈ പ്രേരണകൾ, ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അഭിലാഷങ്ങൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരു റൊട്ടിക്ക് വേണ്ടി ഒരാളെ കൊല്ലാതെ ഭക്ഷണത്തോടുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കാൻ സാധിക്കും. നീരസം, വിദ്വേഷം, അനിഷ്ടം, ശത്രുത എന്നിവയാണ് ധാരാളം രോഗങ്ങളുടെയും പിന്നിലുള്ള കാരണം. സ്നേഹവും ജീവിതവും സന്തോഷവും നന്മയും പകർന്നുകൊണ്ട് നിങ്ങളോടും മറ്റെല്ലാവരോടും നിങ്ങളെ വേദനിപ്പിച്ചവരോടും ക്ഷമിക്കുക. അവരെ നിങ്ങൾ മനസ്സിൽ കണ്ടുമുട്ടുന്നതുവരെയും നിങ്ങൾ മനസ്സിൽ അവരുമായി സമാധാനത്തിലാകുന്നവരെയും ഇത് തുടരുക. ക്ഷമിക്കുക എന്നാൽ എന്തെങ്കിലും നൽകുക എന്നതാണ്. താങ്കളുടെ മനസ്സിൽ ഒരു വൈരാഗ്യവും ബാക്കിയില്ലാത്തതുവരെ സ്നേഹം, സമാധാനം, ജ്ഞാനം, സന്തോഷം, ജീവിതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾ എന്നിവ മറ്റുള്ളവർക്ക് നൽകുക. ക്ഷമയുടെ ശരിയായ ആസിഡ് പരീക്ഷയാണിത്. നിങ്ങളുടെ താടിയലിൽ വർഷം മുമ്പ് ഒരു പഴുപ്പ് കുരു ഉണ്ടായിരുന്നു എന്ന് കരുതുക. അത് വളരെ വേദനാജനകമായിരുന്നു. അതിപ്പോൾ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഇല്ല എന്നായിരിക്കും ഉത്തരം. അതുപോലെ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുകയോ നിങ്ങൾക്കെതിരെ നുണ പറയുകയോ അപകീർത്തിപ്പെടുത്തുകയോ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത നിഷേധാത്മകമാണോ? അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ രോഷാകുലനാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നന്മയ്ക്ക് നാശം വിതച്ചുകൊണ്ട് വെറുപ്പിന്റെ വേരുകൾ ഇപ്പോഴും അവിടെയുണ്ട്. ആ വ്യക്തിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുമുട്ടുന്നത് വരെയും നിങ്ങൾക്ക് ആത്മാർത്ഥമായി സമാധാനത്തിന്റെ അനുഗ്രഹത്തോടെ പ്രതികരിക്കാൻ കഴിയും വരെയും ആ വ്യക്തിക്ക് ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ആശംസിച്ച് സ്നേഹം കൊണ്ട് ആ വേരുകളെ ഉണക്കിക്കളയുകയാണ് ഏക പോംവഴി. 70 തവണ ക്ഷമിക്കുക എന്നതിൻ്റെ അർത്ഥം ഇതാണ്.